നമസ്കാരം. നമ്മൾ ഇക്വിറ്റി എന്താണെന്ന് പറഞ്ഞു, ഷെയർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ലാർജ് ക്യാപ്പ്, എന്താണ് മിഡ് ക്യാപ്പ്, എന്താണ് സ്മോൾ ക്യാപ്പ്. ഇപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് ഇതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, ഇതിൽ എന്താണ് ഈ സ്മോളും മിഡും ലാർജും ശരിക്കും മീൻ ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് എന്താണ് സെബിയുടെ ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാം. ഇപ്പോൾ ആംഫിയുടെയൊക്കെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എങ്ങനെ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് ഇതിന് പറയാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്നുള്ളതിനെ പറ്റി ആദ്യം മനസ്സിലാക്കുക. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇക്വിറ്റിനെ പറ്റി പറഞ്ഞ ടൈമിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു എത്ര ഷെയർസാണ് ഉള്ളത്, അതിൻ്റെ വാല്യൂ. ഇപ്പോൾ ഫേസ് വാല്യൂയിലായിരിക്കും നമ്മൾ ആദ്യം ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് കമ്പനി വളരുന്നതനുസരിച്ചിട്ട് ആ ഷെയറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് ഷെയറിനൊരു വാല്യൂ ഉണ്ടാവും. അതേമാതിരി ഒരു കമ്പനിക്ക് എത്ര ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് എത്ര ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ട്, അതേ ഇൻറ്റു ഇപ്പോൾ ആ ഷെയറിന് മാർക്കറ്റിൽ എത്ര വാല്യൂ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ മൊത്തം വെർത്ത് എത്രയെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനി, ഇപ്പോൾ ABC കമ്പനി എന്ന് പറഞ്ഞ കമ്പനിക്ക് 1,00,000 ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിന് ഇപ്പോഴത്തെ ഒരു ഷെയറിൻ്റെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 രൂപയാണെന്നുണ്ടെങ്കിൽ 1,00,000 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 1 കോടി രൂപയാണ് ആ കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ലാർജ് ക്യാപ്പ്, എങ്ങനെയാണ് മിഡ് ക്യാപ്പ്, എങ്ങനെയാണ് സ്മോൾ ക്യാപ്പ് എന്ന് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിളായിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മൾ എൻ്റയർ കമ്പനി എടുക്കും, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റയർ കമ്പനിയിൽ എടുത്തിട്ട് ടോപ്പ് 100 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയിലാണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കമ്പനികളിലെയും ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എത്രയുണ്ട്, ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എത്രയുണ്ട് എന്ന് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എൻ്റയർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കിട്ടും. അപ്പോൾ അതിൽ എല്ലാ കമ്പനികളിലും വാല്യൂ എടുത്ത് നോക്കുമ്പോൾ ഏതാണ് ടോപ്പ് 100 നിൽക്കുന്നത്, അതിനെയാണ് ലാർജ് ക്യാപ്പ് കമ്പനികളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലത്തെ കോൺടാക്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഇൻഫോസിസ് പോലത്തെ കമ്പനികൾ, അല്ലെങ്കിൽ റിലയൻസ് പോലത്തെ കമ്പനികൾ, TCS പോലത്തെ കമ്പനികൾ, ഇതെല്ലാം ലാർജ് ക്യാപ്പ് സെഗ്മെൻറ്റിലാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ എക്സാം എടുക്കണമെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള, വളരെയധികം പ്രസൻസ് ഉള്ള, വളരെയധികം ക്യാഷ് ഫ്ലോസ് ഉള്ള കമ്പനികളായിരിക്കും. ഇത് വളരെ ബിഗ് ആയിട്ട് നിൽക്കുന്ന കമ്പനികളായിരിക്കും ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി നമുക്കിതിനെ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ ഇതിലത്തെ കമ്പനികളും മെച്യൂർഡായിരിക്കും. കമ്പനി വളരെ മെച്യൂർഡായിട്ട് നിൽക്കുന്ന കമ്പനികളായിരിക്കും. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് റിസ്ക് സാധാരണ ഇക്വിറ്റി മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. ഇതിലും ഫെയിലിയർ സംഭവിക്കാം, പക്ഷേ ഇതിൽ നിന്നൊരു സ്റ്റെബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതാണ് ലാർജ് ക്യാപ്പ്. ഇനി മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് 100 ആണല്ലോ ലാർജ് ക്യാപ്പ്. ഇനി 101 കമ്പനി തുടങ്ങിയിട്ട് 250 കമ്പനി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ വരുന്ന കമ്പനിയാണ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെന്ന് പറഞ്ഞാൽ ഇത് ലാർജ് ക്യാപ്പിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ ലാർജ് ക്യാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് കമ്പനികളായിരിക്കും ഈ ടൈപ്പ് ഓഫ് കമ്പനികളിൽ പെടുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മണപ്പുറം പോലത്തെ കമ്പനികൾ, മുത്തൂറ്റ് പോലത്തെ കമ്പനികൾ, ഇതെല്ലാവരും വരുന്നത് ഈ പറഞ്ഞ മിഡ് ക്യാപ്പ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിലത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ടാർഗറ്റ് വെച്ചാൽ എങ്ങനെ ലാർജ് ക്യാപ്പിലേക്ക് എത്താമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ഇൻറ്റു ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുക്കുക, അതിൻ്റെ സ്ഥാനം വരുന്നത് 101ാമത്തെ സ്ഥാനം തുടങ്ങിയിട്ട് 250ാമത്തെ സ്ഥാനം വരണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, എന്നാൽ റിസ്ക് ലാർജ് ക്യാപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും മിഡ് ക്യാപ്പിൽ സംഭവിച്ചു കഴിഞ്ഞാൽ. ഇനി സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 251ാമത്തെ കമ്പനി തുടങ്ങിയിട്ട് ആയിരിക്കും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാറ്റഗറിയിൽ വരുന്നത്. ഈ കാറ്റഗറിയിൽ ചെറിയ കമ്പനികൾ ഇതിൽ വളരെ ചെറുതുണ്ടാവാം, പക്ഷേ അത് വേറെ പെന്നി സെഷൻ എന്ന് പറയും. എന്നാലും ഇതെല്ലാവരും സ്മോൾ ക്യാപ്പിലാണ് പെടുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലത്തെ കമ്പനികൾ, അത് ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എത്രയും പെട്ടെന്ന് മിഡ് ക്യാപ്പിലേക്ക് പോകണം. ഇതിൽ പറയുമ്പോൾ ചെറിയ കമ്പനി ആയിരിക്കും, അതിൽ ഗ്രോത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്
സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റൊക്കെ പെട്ടെന്ന് ബൂം ആവുന്ന ടൈമിൽ ഇങ്ങനത്തെ പർട്ടിക്കുലർ ഷെയർസ് ആയിരിക്കും പെട്ടെന്ന് ഗ്രോത്ത് വരും. പക്ഷേ ഇതിൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. കാരണം ചെറിയ കമ്പനിയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പനിക്ക് ഷെയർ പ്രൈസിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കണം നമുക്ക് എത്ര റിസ്ക് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. എനിക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ വിശ്വാസമുണ്ട്, ഇക്വിറ്റി മാർക്കറ്റിൽ ഞാൻ കംഫർട്ടബിളാണ്. പക്ഷേ എൻ്റെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയാണ്. എനിക്ക് ചെറിയ കമ്പനികളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് ഗ്രോ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സാവകാശം ടൈം എടുത്ത് ഗ്രോ ചെയ്യുന്ന ടൈമിൽ എനിക്കത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടോ, എനിക്കത് എടുക്കാനുള്ള റിസ്ക് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ സ്മോൾ ടൈപ്പ് ഓഫ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മിഡിലോ ലാർജിലോ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ഏത് കമ്പനികൾക്കാണ് കൂടുതൽ വാല്യുവേഷനിൽ നിൽക്കുന്നത്, അടുത്ത ഗ്രോത്ത് ഏത് കാറ്റഗറി ഓഫ് കമ്പനികൾക്കാണ് വരുന്നത് എന്ന് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് എന്താണ് ലാർജ് ക്യാപ്പ്, എന്താണ് മിഡ് ക്യാപ്പ്, എന്താണ് സ്മോൾ ക്യാപ്പ്. ഇത് നമുക്ക് രണ്ട് വിധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷെയർസ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക റൈറ്റ് കമ്പനികൾ നോക്കിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ മ്യൂച്വൽ ഫണ്ട് ഈ പറഞ്ഞ കാറ്റഗറികളിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് ആ ടൈപ്പ് ഓഫ് ഫണ്ടുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പല കോമ്പിനേഷൻ ഉണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിന് മാത്രമായിട്ട്, ലാർജ് ക്യാപ്പിന് മാത്രമായിട്ട്, സ്മോൾ ക്യാപ്പിന് മാത്രമായിട്ട് അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി മൾട്ടി ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മ്യൂച്വൽ ഫണ്ടുകൾ തരുന്നുണ്ട്. ഈ രണ്ട് വിധത്തിലാണ് നമുക്ക് ഇങ്ങനത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആസ് എ ഇൻവെസ്റ്റർ നമുക്കുള്ളത്. ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മളെ വിളിക്കാം. അതിനുള്ള തക്കതായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. താങ്ക് യു സോ മച്ച്.